മധ്യപൂർവേഷ്യ വീണ്ടും ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. രാഷ്ട്രീയ സംഘർഷങ്ങളും സൈനിക നീക്കങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും പരസ്പരം ഏറ്റുമുട്ടുന്ന ഈ സാഹചര്യത്തിൽ ഇറാൻ പുതിയൊരു ശക്തമായ ആരോപണവുമായി ലോകവേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാനിയൻ നേതാക്കളുടെ കൊലപാതകങ്ങൾക്ക് അമേരിക്കയും ഇസ്രയേലും ഉത്തരവാദികളാകണമെന്ന് ഇറാൻ തുറന്നടിച്ചു. ഇതൊരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തോടുള്ള വെല്ലുവിളിയും നിയമപരമായ ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്നൊരു ശക്തമായ പ്രഖ്യാപനവുമാണ്. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മയിൽ ബഖായി നൽകിയ പ്രസ്താവനയിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ നടപടികൾ അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കുമെതിരായ കുറ്റകൃത്യങ്ങളാണെന്ന് അദ്ദേഹം ആരോപിച്ചു. യുദ്ധക്കുറ്റവും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യവുമാണ് നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പരാമർശം വെറും രാഷ്ട്രീയ ഭാഷ്യമല്ല, അതിനു പിന്നിൽ ഗൗരവമായ നിയമപരമായ അർത്ഥവുമുണ്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ നേതാക്കളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുകയോ അതിന് പിന്തുണ നൽകുകയോ ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമത്തിലെ അടിസ്ഥാന ചട്ടങ്ങൾ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഇറാന്റെ നിലപാട് കൂടുതൽ ശക്തമാക്കിയത് 1949 4 ജനീവ കൺവെൻഷനുകളെ ചൂണ്ടിക്കാട്ടിയതിലൂടെയാണ്. പൊതു ആർട്ടിക്കിൾ 1 പ്രകാരം എല്ലാ രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര മാനവിക നിയമങ്ങളെ ബഹുമാനിക്കാനും അവ പാലിക്കപ്പെടുന്നുവെന്നുറപ്പാക്കാനും ബാധ്യതയുണ്ട്. ഇതിന്റെ അർത്ഥം യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളല്ലാത്ത രാജ്യങ്ങൾക്കും നിയമലംഘനങ്ങൾ കണ്ടിട്ടും മൗനം പാലിക്കാനാകില്ല എന്നതാണ്. ഇറാൻ ഇതേ വാദമാണിപ്പോൾ ഉയർത്തുന്നത്. അമേരിക്കയും ഇസ്രയേലും ഈ തത്വങ്ങൾ ലംഘിച്ചതിനാൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ച് അവരെ ചോദ്യം ചെയ്യണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഈ പ്രസ്താവനയുടെ രാഷ്ട്രീയ പ്രാധാന്യം വലുതാണ്, കാരണം ഇതൊരു ഇരുരാജ്യ തർക്കത്തേക്കാൾ അപ്പുറത്തേക്കാണ് പോകുന്നത്. അന്താരാഷ്ട്ര നിയമം പ്രാബല്യത്തിലുണ്ടോ, ശക്തരായ രാജ്യങ്ങൾക്ക് വേറെ നിയമവും ദുർബലരാവർക്ക് വേറെ നിയമവുമാണോ എന്ന വലിയ ചർച്ചയിലേക്കാണ് വിഷയം നീങ്ങുന്നത്. ഇറാൻ ഇപ്പോൾ ഈ വിഷയത്തെ തന്റെ ദേശീയ താൽപ്പര്യത്തിൽ നിന്നു മാത്രമല്ല, ആഗോള നീതിയുടെ ചോദ്യമായി അവതരിപ്പിക്കുകയാണ്. ഇതിന് പിന്നിലെ സംഭവവികാസങ്ങൾ മധ്യപൂർവേഷ്യയെ നടുക്കുന്നതാണ്. ഫെബ്രുവരി 28-ന് ഇസ്ലാമിക വിപ്ലവത്തിന്റെ മുൻ നേതാവും നിരവധി സൈനിക കമാൻഡർമാരും വധിക്കപ്പെട്ടതിനെ തുടർന്ന് മേഖലയിലെ സംഘർഷം പെട്ടെന്ന് കത്തിപ്പിടിച്ചു. ഈ സംഭവത്തിനു പിന്നാലെ അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ വ്യാപകമായ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചുവെന്നാണ് ഇറാന്റെ ആരോപണം. ഇത്തരമൊരു ആരോപണം ഉയരുമ്പോൾ അത് വെറും സൈനിക പ്രശ്നമല്ല, പ്രാദേശിക ശക്തി സമവാക്യങ്ങൾ തകർന്നടിയാനുള്ള സാധ്യതയുള്ളൊരു പ്രതിസന്ധിയാണ്. ഇതിന് മറുപടിയായി ഇറാനിയൻ സായുധസേന ശക്തമായ പ്രതികാര നടപടികൾ ആരംഭിച്ചു. 40 ദിവസത്തിനുള്ളിൽ നിരവധി പ്രത്യാഘാതങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കനും ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ഈ ആക്രമണങ്ങൾ ഇറാന്റെ സൈനിക ശേഷി ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്നതായാണ് ഇറാൻ അവകാശപ്പെടുന്നത്. വേഗത്തിൽ വിജയിക്കാമെന്ന പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് ഇറാൻ തന്റെ എതിരാളികൾക്ക് ഗണ്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും അവർ പറയുന്നു. ഇത് യുദ്ധത്തിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്നൊരു ഘട്ടമാണ്. മുൻപ് സാങ്കേതിക ശക്തിയും സാമ്പത്തിക ആധിപത്യവുമാണ് നിർണായകമെന്ന് കരുതിയെങ്കിലും ഇപ്പോൾ ദീർഘകാല പ്രതിരോധശേഷി, പ്രാദേശിക കൂട്ടുകെട്ടുകൾ, സൈബർ ശക്തി, അസാമാന്യ യുദ്ധരീതികൾ എന്നിവ അത്രതന്നെ നിർണായകമാണെന്ന് ഈ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ മറുപടി നടപടികൾ അതിനുദാഹരണമായി കാണപ്പെടുന്നു. സംഘർഷം നീണ്ടുനിൽക്കുമ്പോൾ ലോകവിപണികളും ആശങ്കയിൽ ആഴ്ന്നിട്ടു. എണ്ണവിലയിൽ ചാഞ്ചാട്ടമുണ്ടായി. ഹോർമോസ് കടലെടുക്ക് വീണ്ടും ആഗോള ശ്രദ്ധാകേന്ദ്രമായി മാറി. ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണയും ഈ കടലെടുക്കിലൂടെ കടന്നുപോകുന്നതിനാൽ ഇവിടെയുണ്ടാകുന്ന ഏത് സൈനിക പ്രശ്നവും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. അതുകൊണ്ടുതന്നെ മധ്യപൂർവേഷ്യയിലെ സംഘർഷം പ്രാദേശിക വിഷയമല്ല, ലോകത്തിലെ ഓരോ രാജ്യത്തെയും സ്പർശിക്കുന്ന വിഷയമാണ്. ശത്രുത കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്കൊടുവിൽ ഏപ്രിൽ 8-ന് 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. ഇതൊരു താൽക്കാലിക ആശ്വാസമായിരുന്നു. ഈ കരാറിലൂടെ ഇസ്ലാമാബാദിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്താൻ സാഹചര്യം രൂപം കൊണ്ടു. പാകിസ്ഥാൻ പോലൊരു രാജ്യത്തെ വേദിയാക്കിയത് തന്നെ ഈ വിഷയത്തിന്റെ ഭൗമരാഷ്ട്രീയ സങ്കീർണത വ്യക്തമാക്കുന്നു. മധ്യപൂർവേഷ്യയിലെ പ്രതിസന്ധി ദക്ഷിണേഷ്യയെയും അന്താരാഷ്ട്ര നയതന്ത്രത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. ചർച്ചകളിൽ ഇറാൻ 10 പോയിന്റ് പദ്ധതി മുന്നോട്ടുവച്ചു. അതിലേറ്റവും ശ്രദ്ധേയമായ 3 ആവശ്യങ്ങളായിരുന്നു: അമേരിക്കൻ സൈന്യത്തിന്റെ പ്രദേശത്തു നിന്നുള്ള പിന്മാറ്റം, സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലെടുക്കിന്റെ നിയന്ത്രണവുമായുള്ള പുതിയ ധാരണ. ഈ ആവശ്യങ്ങൾ വെറും സുരക്ഷാ നിർദ്ദേശങ്ങളല്ല, ഇറാന്റെ ദീർഘകാല തന്ത്രാത്മക കാഴ്ചപ്പാടാണ്. അമേരിക്കൻ സൈനിക സാന്നിധ്യം കുറയ്ക്കാതെ പ്രദേശത്ത് സമാധാനമുണ്ടാകില്ലെന്നും ഉപരോധങ്ങൾ നീക്കാതെ സാമ്പത്തിക സ്ഥിരതയുണ്ടാകില്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. എന്നാൽ 21 മണിക്കൂർ നീണ്ട തീവ്ര ചർച്ചകൾക്കിടയിലും ഒരു ധാരണയിലെത്താനായില്ല. ഇറാനിയൻ പ്രതിനിധി സംഘം വിശ്വാസക്കുറവും അമേരിക്കയുടെ പൊളിറ്റിക്കൽ വീഴ്ചയും ചൂണ്ടിക്കാട്ടി കരാറില്ലാതെ ഇറാനിലേക്ക് മടങ്ങി. ഇതൊരു വലിയ മുന്നറിയിപ്പാണ്, കാരണം യുദ്ധമൊഴിവാക്കാൻ നയതന്ത്രം മാത്രമാണ് മാർഗമെങ്കിൽ നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ വീണ്ടും സൈനിക സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യത ഉയരും.
ഇവിടെ പ്രധാന ചോദ്യം വിശ്വാസത്തിന്റെ അഭാവമാണ്. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങളും രഹസ്യനീക്കങ്ങളും സൈനിക ഭീഷണികളും തമ്മിൽ ഇരുപക്ഷത്തിനും പരസ്പരം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു കരാറിൽ ഒപ്പുവെച്ചാലും അത് പാലിക്കുമോ എന്ന സംശയം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നതേക്കാൾ അവ വിജയകരമായി അവസാനിക്കുന്നത് കൂടുതൽ പ്രയാസമാകുന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യവും ഈ നിലപാടിനെ സ്വാധീനിക്കുന്നു. ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള കടുത്ത വിടാരം ജനങ്ങളിൽ ഉയർന്നിരിക്കുന്നു. നേതാക്കളുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും വധം രാജ്യത്തിനകത്ത് ശക്തമായ പ്രതികരണത്തിന് കാരണമായി. ഇത്തരമൊരു സാഹചര്യത്തിൽ ദുർബല നിലപാട് സ്വീകരിക്കുന്നത് ഭരണകൂടത്തിന് രാഷ്ട്രീയമായി ബുദ്ധിമുട്ടാണ്. അതിനാൽ അന്താരാഷ്ട്ര വേദിയിൽ ശക്തമായ ഭാഷ ഉപയോഗിക്കുകയും ഉത്തരവാദിത്തം ആവശ്യപ്പെടുന്നതും ആഭ്യന്തര സന്ദേശവുമാണ്. മറുവശത്ത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും അവരുടെ സുരക്ഷാവീക്ഷണമുണ്ട്. ഇറാന്റെ പ്രാദേശിക സ്വാധീനം, അതിന്റെ മിസൈൽ ശേഷി, വിവിധ സായുധ കൂട്ടായ്മകളുമായുള്ള ബന്ധം തുടങ്ങിയവ അവരുടെ ആശങ്കകളുടെ കേന്ദ്രമാണ്. അതിനാൽ ഈ സംഘർഷം വെറും പ്രതികാരത്തിന്റെ ചക്രവാളമല്ല, പരസ്പര സുരക്ഷാഭീതിയുടെ ദീർഘകാല പ്രതിഫലനമാണ്. ഇനി മുന്നോട്ടെന്ത്? 2 വഴികളാണ് തുറന്നുകിടക്കുന്നത്. ഒന്നാമത്, കൂടുതൽ ആക്രമണങ്ങളും പ്രത്യാഘാതങ്ങളും വഴി സംഘർഷം വ്യാപിക്കുക. അത് മേഖലയിൽ പുതിയ യുദ്ധങ്ങൾക്ക് വഴിവെക്കും. രണ്ടാമത്, ശക്തമായ അന്താരാഷ്ട്ര ഇടപെടലിലൂടെ ഒരു പുതിയ സുരക്ഷാ ചട്ടക്കൂട് രൂപപ്പെടുത്തുക. ഉപരോധങ്ങൾ, സൈനിക സാന്നിധ്യം, കടൽ സുരക്ഷ, അണുപ്രശ്നങ്ങൾ എന്നിവയെ ഒരുമിച്ച് പരിഗണിക്കുന്ന സമഗ്ര കരാറാണ് അതിനാവശ്യം. ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ എടുക്കുന്ന നിലപാട് നിർണായകമാണ്. അവർ മൗനം പാലിക്കുമോ അതോ അന്താരാഷ്ട്ര നിയമത്തെ സംരക്ഷിക്കാൻ സജീവമാകുമോ? ഇറാൻ ഉയർത്തുന്ന ചോദ്യമിതാണ്. ശക്തരായ രാജ്യങ്ങൾക്കെതിരെയും നിയമം ഒരുപോലെ പ്രയോഗിക്കപ്പെടുമോ എന്ന പരീക്ഷണ നിമിഷമാണിത്. അവസാനമായി പറയേണ്ടത്, മധ്യപൂർവേഷ്യയിലെ ഈ പ്രതിസന്ധി ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഇത് നിയമത്തിന്റെ പ്രാബല്യം, ശക്തിയുടെ രാഷ്ട്രീയം, സമാധാനത്തിന്റെ ഭാവി, ആഗോള സാമ്പത്തിക സുരക്ഷ എന്നിവയെല്ലാം ഒരുമിച്ചു ബന്ധിപ്പിക്കുന്ന ഒരു വലിയ സംഭവവികാസമാണ്. ഇറാനിൽ നിന്നുയർന്ന ഈ കടുത്ത ശബ്ദം ലോകം എങ്ങനെ കേൾക്കുന്നു എന്നതിനെ ആശ്രയിച്ചാകും അടുത്ത അധ്യായം എഴുതപ്പെടുക.